നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് അവധിക്കാല ക്രിക്കറ്റ്, ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റ് ഒരുക്കിയ കളിയും കാര്യവും കൈകോർക്കുന്ന കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് വേനൽക്കൂട് ഏറെ ശ്രദ്ധേയമാകുന്നു. തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം വീടിനുള്ളിൽ വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ശ്രദ്ധേയമായ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പൂരത്തിന് കൊടിയേറ്റം. സ്ഥാനാർത്ഥി നിർണയം മുതലേ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ കളക്ടർ കൃഷ്ണ തേശയുടെ ക്യാബിനിലെത്തിയാണ് സുനിൽകുമാർ പത്രിക സമർപ്പിച്ചത്. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു എന്നിവർക്കൊപ്പമെത്തിയായിരുന്നു സുനിൽകുമാറിന്റെ പത്രിക സമർപ്പണം. ജനങ്ങളിൽ നിന്നും പോസിറ്റീവ് പ്രതികരണമാണ് ഉണ്ടാകുന്നതെന്നും വലിയ ആത്മവിശ്വാസത്തിലാണ് താനെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇപ്പോൾ പത്രികാ സമർപ്പണം ഇന്ന് 3 സെറ്റ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പ്രധാന ഘട്ടം ഇതിനകം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പൊതു സന്ദർശന പരിപാടികൾ ഇന്നലത്തോടുകൂടി 7 മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതോടുകൂടി 4 റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യത്യസ്തമായ രീതികളിലുള്ള പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം വീടിനുള്ളിൽ വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹാഷ്മി നഗർ ബ്ലാങ്ങാട് ക്ഷേത്രത്തിന് സമീപം നൂൽപ്പാടത്ത് വീട്ടിൽ 85 വയസ്സുള്ള അബ്ദുൾ ഖാദർ, ഭാര്യ 64 വയസ്സുള്ള ഫാത്തിമ ബീവി ദമ്പതികളാണ് മരിച്ചത്. തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം വീടിനുള്ളിൽ വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹാഷ്മി നഗർ ബ്ലാങ്ങാട് ക്ഷേത്രത്തിന് സമീപം നൂൽപ്പാടത്ത് വീട്ടിൽ 85 വയസ്സുള്ള അബ്ദുൾ ഖാദർ, ഭാര്യ 64 വയസ്സുള്ള ഫാത്തിമ ബീബി എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ നാട്ടുകാരാണ് ഇരുവരും വീടിന്റെ കിടപ്പുമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2ാം വിവാഹിതരായ ഇരുവരും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. വീടിന്റെ കിടപ്പുമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റ് ഒരുക്കിയ കളിയും കാര്യവും കൈകോർക്കുന്ന കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് വേനൽക്കൂട് ഏറെ ശ്രദ്ധേയമാകുന്നു. 150ഓളം കുട്ടികളാണ് ക്യാമ്പിൽ ആടിയും പാടിയും അവധിക്കാലം രസിക്കുന്നത്. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി ഒരുക്കിയ വേനൽക്കൂട് കുട്ടികൾക്ക് സമ്മാനിക്കുന്നത് അവധിക്കാലത്തിന്റെ മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. 150ഓളം കുട്ടികൾ പ്രകൃതിയോടിണങ്ങി ആടിയും പാടിയും അറിവുകൾ പങ്കുവച്ചും സൗഹൃദത്തിന്റെ ഊഷ്മളത അനുഭവിക്കുകയാണ്. ഊമംപള്ളി മനയുടെ മുറ്റം അങ്ങനെ കളിമുറ്റമായിരിക്കുകയാണ്. മുൻവർഷത്തെ ക്യാമ്പിന് കുട്ടികൾ നൽകിയ പിന്തുണയാണ് ഈ കുറി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. മാനവ സാംസ്കാരിക വേദി നന്മയുള്ള മക്കളെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 12 ദിവസത്തെ ക്യാമ്പായിരുന്നു ഒരുക്കിയിരുന്നത്. പൂർണ്ണമായിട്ടും സൗജന്യമായിരുന്നു ക്യാമ്പ്. ഈ വർഷം നമ്മൾ 7 ദിവസത്തെ ആണ് ഒരുക്കുന്നത്. മാർച്ച് 31 മുതൽ ഏപ്രിൽ 7 വരെയാണ് ക്യാമ്പ്. എല്ലാ ദിവസവും 2 നേരം ആണ് ചെയ്യുന്നത്. ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നല്ല ഒരു സമൂഹത്തെ, നല്ലൊരു തലമുറയെ
കൃത്യതയോടുകൂടി വളർത്തിയെടുക്കുക എന്ന ഒരു ആശയം മാനവ സാംസ്കാരിക വേദിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ജനറേഷനെ അവർ വേറൊരു ആംഗിളിലേക്ക് പോകാതെ അവർ നല്ല വഴിയിൽ കൂടെ നല്ല കുട്ടികളെ വളർന്നു വരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ അവർക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുകയാണ്, ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. അവർ വളർന്ന നാളെ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ എത്തിച്ചേരണം. പല വിധത്തിലും വിദ്യാഭ്യാസ രംഗത്തോടു കൂടിയും മറ്റ് കായികത്തിലൂടെയും അവർ നല്ല ഉയർച്ചയിൽ വരണമെന്നാണ് മാനവത്തിൻ്റെ ആഗ്രഹം. അതിനായിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതും. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ സംഘടിപ്പിച്ചു, ഇക്കൊല്ലം സംഘടിപ്പിക്കുന്നു, വരും വർഷങ്ങളിലും ഞങ്ങൾ തുടർച്ചയായിട്ട് സംഘടിപ്പിക്കുന്നുണ്ടാവും. പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഈ ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. പാടും മരം കുളിരോലും മഴ ഇവിടുന്ന് കളിച്ചോട്ടെ இந்த தாரை ഇവിടുന്ന് കളിച്ചോട്ടെ இந்த தாரை ഇതെന്ത് കളിയാണോ இந்த താரை. ചിത്രരചന, ശാസ്ത്രചിന്തകൾ, കവിതാ കഥാരചനകൾ എന്നിവയെല്ലാം ഈ കൂട്ടായ്മയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒന്നാണ് ഇത്തരം ക്യാമ്പുകളെന്ന് ബാലവേദി റിസോഴ്സ് പേഴ്സൺ രാജൻ നെല്ലായി പറഞ്ഞു. മറ്റുള്ളവർ പാട്ടുപാടുന്ന കുട്ടികളുടെ പാട്ടുപാടുന്ന കഴിവിലൂടെ കവിതയും കഥയും ഒക്കെ എഴുതാനുള്ളവരും അല്ലെങ്കിൽ അത് കവിതയൊക്കെ മനോഹരമായി ചൊല്ലുന്ന അതിനുശേഷിയുള്ളവരെയും അത്തരത്തിലുള്ള മേഖലകളിലേക്ക്, അഭിനയവുമായി ബന്ധപ്പെട്ട കുട്ടികളെ അവരുടെ അഭിനയ കലയുമായിട്ട് നാടകം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ സംഘക്കളി എന്നുള്ള രീതികളിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇത്തരം വിശാലമായ ഓരോ വിഷയങ്ങളെയും നമ്മുടെ ജീവിതത്തിന് ചുറ്റുപാടുമുള്ള വിഷയങ്ങളെ മുഴുവൻ സർഗാത്മകമായി അവരിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം. ഈ 7 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ക്യാമ്പ് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. മാർച്ച് 31 ആരംഭിച്ച ക്യാമ്പ് ഏപ്രിൽ 7 സമാപിക്കും. ഇത്തരം അവധിക്കാല ക്യാമ്പുകൾ കുട്ടികൾക്ക് സമ്മാനിക്കുന്നത് നാടും നാട്ടുവിശേഷങ്ങളും കൃഷിയും പ്രകൃതിയുമെല്ലാം അടുത്തറിയുന്ന നിമിഷങ്ങളാണ്. അർജുൻ ഇരമംഗലത്തിനൊപ്പം ജോബി ജോൺ, മീഡിയ 4. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് അവധിക്കാല ക്രിക്കറ്റ്, ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു ഉദ്യമത്തിന് മുൻകൈയെടുത്ത അവണിശ്ശേരി സ്കൂളിനും നമ്മുടെ AFA അതുപോലെ കയറ്റുപാടം ക്രിക്കറ്റ് ക്ലബ്ബ് തുടങ്ങിയ സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികൾക്കും ആദ്യമേ ഒരു നന്ദി, അഭിനന്ദനം അറിയിക്കുന്നു. സ്കൂളും അവണിശ്ശേരി കെറ്റിപ്പാടം ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ലിജോ ചാലിശ്ശേരി അധ്യക്ഷനായി. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി, അവണിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ KA പ്രദീപ്, VA ജോൺസൺ, സായ രാമചന്ദ്രൻ, AR രാജു, പെരിഞ്ചേരി ALP സ്കൂൾ പ്രധാനാധ്യാപകൻ MK പ്രസാദ്, OSA കൺവീനർ പ്രിൻസൻ അവണിശ്ശേരി, കോച്ച് PR അങ്കിരാസ്, സ്റ്റെഫി ജോർജ് എന്നിവർ സംസാരിച്ചു. 5 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കാണ് പരിശീലനം. തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വരെയാണ് ക്യാമ്പ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് പരിശീലനം. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്കും തുടർന്നും പ്രവേശനം നൽകുമെന്നും കോച്ച് പറഞ്ഞു. ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 7ാം വർഷവും വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഫുട്ബോൾ ക്യാമ്പുമായി ജവഹർ ബാലവിഹാർ ഫുട്ബോൾ അക്കാദമി. 40 ദിവസം നീളുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പാണ് മാപ്രാണം കിക്ക്ഷോക്ക് ടർഫ് കോർട്ടിൽ ആരംഭിച്ചത്. രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. ജവഹർ ബാലവിഹാർ ജില്ലാ പ്രസിഡന്റ് ആൻഡോ ത്രിയൻ അധ്യക്ഷത വഹിച്ചു. ഇതൊരു ടീം, ഈ ജില്ല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം ഞങ്ങളുടെ കൂടെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഞങ്ങൾക്ക്.
അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ 12 യൂണിറ്റോളം നമ്മുടെ ഈ JBVയുടെ 12 യൂണിറ്റോളം ഉള്ളൊരു സ്ഥലമാണ് ഇരിങ്ങാലക്കുട. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതായത് ഒരു മതത്തിന് അല്ലെങ്കിൽ മറ്റൊരു അല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന കൂടിയാണ്. അത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. ഇത് സാഹോദര്യത്തിൻ്റെ ഇത് വിളിച്ചോതിക്കൊണ്ട് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലേ നിങ്ങൾക്കൊക്കെ പേര് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പേരിൽ അടിക്കുന്ന ജേഴ്സി ഇട്ട് മറ്റു രാജ്യക്കാർ കളിക്കാവുന്ന രീതിയിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അർത്ഥം മനസ്സിലായോ? ഇപ്പം എന്തുകൊണ്ടാണ് മെസ്സിയുടെ പേരെഴുതിട്ട് നമ്മളിവിടെ കളിക്കണേ? ലോകോത്തര നിലവാരത്തിൽ കളിച്ചതുകൊണ്ടല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഇതുപോലെയുള്ള ക്യാമ്പുകളിലൂടെയാണ് മെസ്സിയൊക്കെ കളിച്ച് വളർന്നു വന്നത്. അപ്പോൾ നമുക്കും അതുപോലെയുള്ള ഒരുപാട് മറ്റേ കളിക്കാരുണ്ട്. അതുപോലെയൊക്കെ ആവാനുള്ള ഒരവസരം കൂടിയാണ് ഇത്തരം ക്യാമ്പുകൾ. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി കൗൺസിലർ ബിജു പോൾ അക്കരക്കാരൻ പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്തു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജവഹർ ബാലവിഹാർ ഭാരവാഹികളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഈ ഇരിങ്ങാലക്കുട പ്രദേശത്ത് നടത്തുന്ന ഈ ഒരു ക്യാമ്പ് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കുട്ടികൾ ഈ ഒരു ക്യാമ്പിന് ശേഷം അവർ പഠിക്കുന്ന സ്കൂളുകളിലും അവർ വീടിനോട് ചേർന്നുള്ള ക്ലബ്ബുകളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും തീക്ഷ്ണതയോടെ ക്യാമ്പിൽ പങ്കെടുക്കാം. അച്ചടക്കത്തോടുകൂടി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കുട്ടികളായി കളിക്കാരായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാത്തിനും ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ യോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ ജില്ലാ ചെയർപേഴ്സൺ വിസ്മയ രവി ക്യാമ്പിന് ഫുട്ബോൾ കൈമാറി. ദേശീയ പ്രസിഡന്റ് ജോസ് കുരിശിങ്കൽ മുഖ്യാതിഥിയായിരുന്നു. ആവണി RB ക്യാമ്പ് ലീഡർ ഫിഡൽ ബാബു എന്നിവർ സംസാരിച്ചു. സത്യൻ PB, ഹരിദാസ് TV എന്നിവരാണ് ക്യാമ്പ് ഡയറക്ടർമാർ. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും JBV ഫുട്ബോൾ അക്കാദമിയുടെ സ്പോർട്സ് കിറ്റ് സൗജന്യമായി നൽകും. ആഴ്ചയിലൊരിക്കൽ പോഷകാഹാര വിതരണവും സൗജന്യമായി നൽകുന്നു. 130ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ നാടക പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 1 മുതൽ 10 വരെയാണ് നാടക ക്യാമ്പ്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളെയാണ് സ്നേഹിക്കേണ്ടത് കൂടുതൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പം നല്ലൊരു വ്യക്തിത്വം വളർത്തിയെടുക്കുന്നത് നമുക്ക് ആദ്യം വേണം. നമ്മളുള്ള വിശ്വാസം ആദ്യം ഉണ്ടായിരിക്കണം. അപ്പം ഇതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആള് നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. വല്ലച്ചിറ റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് ജോസ് ചിറമൽ നാടകദ്വീപിലാണ് ക്യാമ്പ് നടക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള നാടക അധ്യാപകർ നാടക അഭിനയത്തെക്കുറിച്ചും തിയേറ്ററിനെക്കുറിച്ചും ക്ലാസുകൾ എടുക്കും. നാടകദ്വീപ് ഡയറക്ടർ ശശീന്ദ്രൻ നടുവിൽ കോർഡിനേറ്ററായാണ് നാടക പരിശീലനം പുരോഗമിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ നാടക ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് ജോസ് ചിറമൽ നാടകദ്വീപിൻ്റെ സഹകരണത്തോടു കൂടി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികളുടെ നാടക ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുകയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ കേരളത്തിനകത്തുള്ള വിവിധ നാടക അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടി നാടക പരിശീലന ക്ലാസുകൾ നയിക്കുന്നു. പൊന്നൂക്കര മൈമ്പിളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വ്യാഴാഴ്ച ആഘോഷിക്കും. അഷ്ടമംഗല്യ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ രാവിലെ മുതൽ ആരംഭിക്കും. തന്ത്രി കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, മേൽശാന്തി ആലക്കാട്ടുമന ജയേഷ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11 മുതൽ അന്നദാനവും വൈകിട്ട് 6-ന് 7 സമാജങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാത്രി 8 മുതൽ 10:30 വരെ 7 ആനകൾ പങ്കെടുക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ഗജരാജൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ദേവന്റെ തിടമ്പേറ്റും. എന്നീ ചടങ്ങുകൾ ക്ഷേത്രതന്ത്രി കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിനുശേഷം ഒരു 11 മണി മുതൽ വിശേഷ തിരുനാൾ സത്യ ഭഗവാന്റെ ഉണ്ടായിരിക്കണം, അന്നദാനം ഉണ്ടായിരിക്കും. അന്നദാനത്തിന് ശേഷം വൈകിട്ട് 6 മണിയോടുകൂടി ക്ഷേത്രത്തിൻ്റെ
വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 7 സമാജങ്ങളുടെ ആന എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 6 മണിക്ക് മൈമ്പള്ളി ദേശത്തിൻ്റെ വക കാളകളി ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീഭദ്ര കലാസംഘം നെല്ലായി അവതരിപ്പിക്കുന്ന കാളകളി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് മൈമ്പള്ളി ദേശത്തിൻ്റെ പൂരവും ക്ഷേത്രത്തിൽ. കിഴക്കൂട്ട് അനിയന്മാരാർ പഞ്ചാരിമേളത്തിന് നേതൃത്വം നൽകും. ഒല്ലൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സന്ദേശ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പാണക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത് എന്നിവർ അറിയിച്ചു. വല്ലച്ചിറ നാടകദ്വീപിൽ നടക്കുന്ന കാർഷിക തിയേറ്റർ ഫെസ്റ്റിവലിൽ പഴയകാല നാടക പ്രവർത്തകനായ ജോൺസൺ ചിറമേലിനെ സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് ആദരിച്ചു. 80കളിൽ നാടകരംഗത്ത് സജീവമായിരുന്ന ജോൺസൺ ചിറമേൽ പെരുന്തച്ചൻ, തൃണാവർത്തം, ആഷാഢത്തിലെ ഒരു ദിവസം, സ്നേഹദൂതൻ എന്നീ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനാണ്. നിരവധി നാടകങ്ങൾ രചിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ്. ഒടിഞ്ഞു തൂങ്ങിയ മാവിൻ കൊമ്പിൽ തട്ടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. അഴീക്കോട്ടിലേക്ക് പോയിരുന്ന ഷാജി ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നത്. ഇന്ന് രാവിലെ 10:30 പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലായിരുന്നു സംഭവ സമയം ബസ്സിൽ യാത്രക്കാരുണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മാവിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. നിറയെ മാങ്ങയുള്ള കാരണം കൊമ്പ് ഒടിഞ്ഞു വീഴാതിരിക്കാൻ കയർ കൊണ്ട് കെട്ടിയിരുന്നു. കൊമ്പ് ഒടിച്ചു കയറി തൂങ്ങി നിന്നതിനെ തുടർന്നാണ് ബസ്സിൽ ഇടിച്ചത്. അതുവഴി പോയ എവർഗ്രീൻ ടൂറിസ്റ്റ് ബസിന്റെ ചില്ലിലും കൊമ്പ് തട്ടിയതായി പറയുന്നു. സംഭവം അറിഞ്ഞെത്തിയ കയ്പമംഗലം പോലീസിന്റെയും വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിൽ മരക്കൊമ്പ് എടുത്തുമാറ്റി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6410 രൂപ, പവന് 51,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് അവധിക്കാല ക്രിക്കറ്റ്, ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റ് ഒരുക്കിയ കളിയും കാര്യവും കൈകോർക്കുന്ന കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് വേനൽക്കൂട് ഏറെ ശ്രദ്ധേയമാകുന്നു. തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം വീടിനുള്ളിൽ വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.